സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം കണ്ണീരണിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ലഭ്യമായ ഏറ്റവും മികച്ച താരങ്ങളുമായാണ് കേരളം സന്തോഷ് ട്രോഫിയിൽ കളിച്ചത്. ഒരു മാസത്തെ ഇടവേള പോലുമില്ലാതെ പ്രധാന താരങ്ങളൊന്നുമില്ലാതെ കേരള ഫുട്ബോൾ ടീം ദേശീയ ഗെയിംസിനായി ഉത്തരാഖണ്ഡിലേക്ക് പോയപ്പോൾ ഗ്രൂപ്പ് ഘട്ടം കടക്കില്ലെന്ന് വിധി എഴുതിയവരായിരുന്നു കൂടുതൽ. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ടീം രൂപവൽക്കരണം. സന്തോഷ് ട്രോഫിയിൽ റണ്ണേഴ്സ് അപ്പായി മടങ്ങിയെത്തിയ സംഘത്തെയാകെ മാറ്റണമെന്നായിരുന്നു കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നിർദ്ദേശം. ക്യാമ്പിലേക്ക് വിളിച്ചത് രണ്ടാം നിരയെ 31 പേരുടെ പട്ടിക തയ്യാറാക്കി ജനുവരി 7-ന് കൽപ്പറ്റയിൽ ക്യാമ്പ് തുടങ്ങി. ആദ്യഘട്ടത്തിലെത്തിയതോടെ 19 പേർ. ഇതിലൊരാൾ പിന്നീട് ക്യാമ്പ് വിട്ടതോടെ 18 പേരായി ചുരുങ്ങി. തുടർന്ന് 12 പേരുടെ പട്ടിക പുറത്തിറക്കിയെങ്കിലും 5 പേരെ എത്തിയുള്ളൂ. 15 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്നാം പട്ടികയും ചേർത്താണ് 22-അംഗ ടീമിനെ തെരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ അജയ് അലക്സ്, സഫ്വാൻ മേമന, മിഡ്ഫീൽഡർ ബിജേഷ് ടി ബാലൻ എന്നിവർ മാത്രമാണ് സന്തോഷ് ട്രോഫി കളിച്ചവർ. സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച 3-ഉം കേരള പോലീസിലെ 4-ഉം ഗോകുലം കേരളയിലെ 3 പേരും സംഘത്തിലുണ്ട്. കണ്ണൂർ വാരിയേഴ്സിന്റെ സഹപരിശീലകനായിരുന്ന ഷെഫീഖ് ഹസനായിരുന്നു മുഖ്യപരിശീലകൻ. എതിർ ടീമിന്റെ മത്സരങ്ങൾ നേരിട്ടും ഓൺലൈനായും കണ്ട് തന്ത്രങ്ങൾ രൂപപ്പെടുത്തി താരങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കോച്ചിംഗ് ഇൻസ്ട്രക്ടറായ ഷെഫീഖ് ഹസൻ. കേരളം ഫൈനലിലേക്ക് യോഗ്യത നേടിയപ്പോൾ ഷെഫീഖ് ഹസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല. 8 ദിവസത്തിനിടെ 5-ാമത്തെ മത്സരമാണ് എന്റെ കുട്ടികൾ കളിക്കാൻ പോകുന്നത്. അവരോട് നിർബന്ധിക്കുന്നതിന് പരിധിയുണ്ട്. എന്നിട്ടും ആവശ്യപ്പെടുന്നതിന് 200% കളിക്കാർ നൽകുന്നു എന്നതാണ് ഈ ടീമിന്റെ വിജയം. ഈ പോരാട്ട വീര്യവും ആത്മാർത്ഥതയും തന്നെയാണ് 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള ഫുട്ബോൾ ടീമിനെ ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരാക്കിയത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.